ഹലോ, ഇന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് സ്റ്റിച്ചിങ് എങ്ങനെ പഠിക്കുവാന്ന് നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ബുക്കിലൊക്കെ ഉണ്ടാവുന്ന പേജസ് മതി. അതൊക്കെ എടുത്തിട്ട് ഇതേപോലെ റഫായിട്ട് ഇങ്ങനെ കുറച്ച് വേവ്സ് പോലെയുള്ള ഡിസൈൻ വരച്ച് കൊടുക്കുക. ആദ്യത്തേതിൽ നമുക്ക് പെർഫെക്ഷൻ ഒന്നും വേണ്ട, നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കാനല്ലേ. രണ്ടാമത്തേതിൽ ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഒരു ഡിസൈൻ വരക്കുക. കണ്ടില്ലേ, വലിയ പെർഫെക്ഷനൊന്നും വേണ്ട. അടുത്തത് നമ്മൾ ജസ്റ്റ് ലൈൻസാണ് ഇട്ട് കൊടുക്കുന്നത്. പേപ്പറിൽ ഇതേപോലെ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് മൊത്തമായിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. അപ്പോൾ 3 എണ്ണമായി. അപ്പോൾ ഇനി ലാസ്റ്റത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സാക്സ് പോലെ ഇങ്ങനെ ഒരു പോയിൻ്റ് വേണം കേട്ടോ. കാരണം നമുക്ക് പോയിൻ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ 4 എണ്ണമായി. ഒരുപാടുണ്ട്. ഞാനിപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു 4 എണ്ണേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ മെഷീനിൽ ഇരുന്നിട്ട് ആദ്യം തന്നെ സിമ്പിളായിട്ടുള്ള ഈ ലൈൻസിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വരയിട്ട അതിലൂടെ തന്നെ വരണം. കാരണം എന്നാലേ നമുക്ക് മെഷീൻ നമ്മുടെ കയ്യിൽ ഓക്കെ ആയി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ മെഷീൻ പ്രാക്ടീസ്. നമ്മളെപ്പോഴും സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഇതുപോലെ പേപ്പറിൽ കുറച്ച് ഡിസൈൻസൊക്കെ നമുക്ക് തരും. എന്നിട്ട് അതിലൂടെ പെർഫെക്റ്റായിട്ട് നമ്മൾ വരച്ച വരയിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആദ്യം പറയാം. ഇത് ഓക്കെ ആയാലാണ് നമുക്കിനിപ്പോൾ ഓരോ ഡിസൈൻസൊക്കെ ഇങ്ങനെ വളഞ്ഞും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓക്കെ ആയി, നമുക്ക് മെഷീൻ ഓക്കെ ആയി എന്നൊക്കെയുള്ളത് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇതേപോലെയുള്ള ഡിസൈൻസിലൂടെ പേപ്പറിൽ ഈ നൂലിടാതെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറയുന്നത്. മോട്ടറുള്ള മെഷീനാണെങ്കിൽ മോട്ടറൊക്കെ മാറ്റിയിട്ട് സാധാരണ നമ്മൾ ചവിട്ട് മെഷീനിൽ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. എനിക്ക് മോട്ടറാണ്, അപ്പോൾ നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമ്മൾ വരച്ച വരയിലൂടെ തന്നെ ചിലപ്പം വരണമെന്നൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരായിരിക്കുമല്ലോ മെഷീൻ പ്രാക്ടീസ് എടുക്കുക. അപ്പോൾ ചവിട്ട് മെഷീനിൽ തന്നെ മാക്സിമം ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതേപോലെ നമ്മൾ വളച്ച് ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം നമ്മൾ വരച്ച വര എങ്ങനെയാണോ ആ വരയിലൂടെ തന്നെ ആദ്യം തന്നെ വേണമെങ്കിൽ കിട്ടിയെന്നൊന്നും വരില്ല. ഒരു 2-3 പേപ്പറിലൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അടുത്തത് നമ്മൾ റൗണ്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഉള്ളിലൂടെ എടുക്കാം, അല്ലെങ്കിൽ പുറത്തേക്കൂടി എടുക്കാം. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അധികം ഇങ്ങനെ പുറത്തേക്കൂടി എടുത്തെടുത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയെന്നൊന്നും വരില്ല. ഇതും അതേപോലെ കറക്റ്റായി നമ്മൾ വരച്ച അതേ വരയിലൂടെ തന്നെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇനി കുറച്ച് വീഡിയോസ് ഇതേപോലെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് വേണ്ടവരാണെങ്കിൽ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് എംബ്രോയ്ഡറി ആയാലും ഒക്കെ നമുക്കിങ്ങനെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഞാനിപ്പോൾ ഇനി അടുത്ത് തന്നെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അടുത്തത് വരുന്നത് സിക്സാക്ട് ടൈപ്പാണ്. ഇത് നമുക്ക് പോയിൻ്റൊക്കെ പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ ഡിസൈൻസിലൊക്കെ പോയിൻ്റിൽ കുത്തി നിർത്തി നെക്കൊക്കെ ചെയ്യുമ്പോൾ നെക്ക്, സ്ക്വയർ നെക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ ലൈൻസ് എങ്ങനെയാണോ അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ പോയിൻ്റ് വരുമ്പം ജസ്റ്റ് സൂചി ഇറക്കി പ്രഷർ ഫൂട്ട് മാത്രം പൊങ്ങി വരുന്ന രീതിയിൽ വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അടിച്ച് പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ചിങ് പ്രാക്ടീസൊക്കെ തരുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ പോയിൻ്റിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മളെപ്പോഴും ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന ഇതാണ് കേട്ടോ, ഈ സ്റ്റിച്ചിങ് പ്രാക്ടീസ്. നമുക്ക് ആദ്യം പേപ്പറിൽ ഇതുപോലെ വരച്ച് തന്നിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പറയുന്നത്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ നീഡിലിന് ഗാർഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൈയൊന്നും ഇങ്ങനെ സൂചിയിൽ തറക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഗാർഡൊക്കെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കൈക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, വിരലിൽ പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ സൂചി കയ്യിൽ കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് തന്നെ വരുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഹാൻഡിൽ ആവുന്നതായിരിക്കും.